പണ്ടേതോ ഒരു തത്വജ്ഞാനി നട്ടുച്ചക്ക് ടോർച്ച് കത്തിച്ചിട്ട് മനുഷ്യനെ തെരഞ്ഞ സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. എന്നിട്ട് ആരോ അയാളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ടോർച്ച് കത്തിച്ച് നടക്കുന്നത്? നല്ല വെളിച്ചമുണ്ടല്ലോ, പകലാണല്ലോ, നട്ടുച്ചയാണ്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാനൊരു മനുഷ്യനെ തിരയുകയാണ്. എന്നിട്ടൊരു മനുഷ്യനെ പോലും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ടോർച്ച് അടിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനെയും കണ്ടെത്താൻ പറ്റൂല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചുഴിഞ്ഞന്വേഷണം നടത്തിയാൽ ലോകത്ത് ഒരു നല്ല ആളെ നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പണ്ടൊരു രാജാവ് മരിക്കാൻ കിടക്കുകയാണ്, മരണശയ്യയിലാണ്. അപ്പോൾ അയാൾക്ക് ശേഷം അയാളുടെ മകനാണ് രാജാവായിട്ട് വരേണ്ടത്. അപ്പോൾ അവന് ചില പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് അയാൾ എന്ത് ചെയ്തു? മോനോട് പറഞ്ഞു, മോനെ, നീ ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യനെ കണ്ടെത്തണം. നമ്മുടെ വിശാലമായ വലിയ രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യം മുഴുവൻ നീ സഞ്ചരിക്കണം. എന്നിട്ട് ഒരു കുറവുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടെത്തണം. അങ്ങനെ ഈ മോൻ വേഷപ്രച്ഛന്നനായി പുറപ്പെട്ടു. ഒരു ഫക്കീറിൻ്റെ വേഷത്തിൽ ഈ മോന് പുറപ്പെടുകയാണ്. മാസങ്ങളോളം അലഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് അന്വേഷിച്ചു അവസാനം നിരാശനായിട്ട് ഈ മോൻ ഉപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്, രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയാണ്, ഉപ്പ, നമ്മുടെ രാജ്യം വളരെ മോശപ്പെട്ട രാജ്യമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ രാജ്യത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. തിന്മയില്ലാത്തൊരു മനുഷ്യനെ കാണാനില്ല ഉപ്പ എന്ന് പറഞ്ഞ് ഈ മോനാകെ സങ്കടപ്പെടാൻ. അപ്പോൾ ഉപ്പ സമാധാനിപ്പിച്ചു, മോനെ, ഒരു യാത്രയും കൂടി നീ നടത്തണം. എന്താണ് യാത്ര? ഈ രാജ്യത്ത് ഒരു നന്മയെങ്കിലുമുള്ള ഒരാളെ നീ കണ്ടെത്തണം. ഒരു നന്മയെങ്കിലുമുള്ള ഒരാളെ നീ കണ്ടെത്തണം. അങ്ങനെ ഇവൻ വീണ്ടും പുറപ്പെട്ടു. മാസങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. അവസാനം ഭയങ്കര സന്തോഷത്തിലാണ് അവൻ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഉപ്പ, നമ്മുടെ രാജ്യം ഇത്ര നല്ല രാജ്യമാണ്. കാരണം ഒരു നന്മ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. എന്തെങ്കിലും ഒരു ഗുണം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ രാജ്യത്തിലില്ല എന്ന് ഈ മകൻ വന്നിട്ട് രാജാവിനോട് മറുപടി പറയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ, എന്നിട്ട് അവൻ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണ്. കാരണം നമ്മൾ ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ചാൽ ജീവിതാവസാനം വരെ അത് കണ്ടെത്താനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അവരുടെ തെറ്റുകൾ കണ്ടെത്താനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ആളുകളുടെ ഗുണങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ, ആളുകളുടെ നന്മകൾ നമ്മൾ അന്വേഷിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും, നമ്മെ ആളുകൾ ഇഷ്ടപ്പെടും. നമ്മൾ ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയില്ലേ, അതുപോലെ ചില വടക്ക് നോക്കി യന്ത്രങ്ങളുണ്ട്. എത്ര തങ്കപ്പെട്ട മനുഷ്യനെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും ആ മനുഷ്യനെ മുഴുവൻ ഇങ്ങോട്ട് സ്കാൻ ചെയ്തിട്ട് അയാളുടെ കുറ്റം കുറവൊക്കെ കണ്ടെത്താൻ പറ്റിയ വടക്ക് നോക്കിയ യന്ത്രങ്ങൾ കുറേ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിം എന്താണ്? ആളുകളുടെ നന്മ കാണാൻ, മുസ്ലിമിൻ്റെ നന്മ കാണാൻ, ഗുണങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവനാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനാണ്. കുറ്റവും കുറവില്ലാത്ത ഏത് മനുഷ്യനാണ് ലോകത്തുള്ളത്? എല്ലാവർക്കും ഒരേ കുറ്റവും കുറവെന്നല്ല ഉണ്ടാവുക. ഓരോ ആളുകൾക്കും അല്ലാഹു ഓരോ കുറവുകളാണ് കൊടുക്കുക. ഓരോ പാപങ്ങളാണ് ഓരോ ആളുകൾ ചെയ്യല്ലേ. ചില ആളുകൾ ഇബാദത്തിൽ വളരെ പിറകിലായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. പുതുതായിട്ട് ഒരാൾ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അയാളുടെ താടിയുടെ മീറ്റർ അളക്കുക, അയാളുടെ പാൻറ്റിൻ്റെ നീളം അളക്കുക, എന്നിട്ട് പറയാം, അയാൾ പോരാട്ടോ, അയാൾ ശരിയില്ല, അയാൾക്ക് താടി നീളമില്ല, അയാൾക്ക് താടിയില്ല, അയാളുടെ പാൻറ്റിൻ്റെ നീളം ഭയങ്കര, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാളങ്ങോട്ട് അളക്കുക. താടി വെക്കണം, പാൻറ്റ് നെരിയാണിക്ക് മുകളിലാവണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ഒരാളങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ജഡ്ജ് ചെയ്യുക. പക്ഷേ ഇതേ മനുഷ്യൻ ചിലപ്പോൾ അയാൾ സുന്നത്ത് സ്കരിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അയാൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അയാൾ ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ടാവില്ല. പക്ഷേ സാമ്പത്തിക വിഷയത്തിൽ അയാൾ ഈ പറയുന്ന ആളുകളെക്കാൾ എത്രയോ ക്ലിയർ ആയിരിക്കും. ഹക്കും ബാത്തിലും നോക്കി ജീവിക്കുന്ന മനുഷ്യനായിരിക്കും. കടം വാങ്ങിച്ചാൽ കൃത്യമായി തിരിച്ചു കൊടുക്കുന്ന ആളായിരിക്കും, കുടുംബബന്ധം ചേർക്കുന്ന ആളായിരിക്കും, സൽസ്വഭാവിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ മനുഷ്യന്റെ സ്വഭാവത്തിലുണ്ടാവും. ചില ആളുകൾ സാമ്പത്തിക വിഷയത്തിൽ വളരെ മോശമായിരിക്കും. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല, സമ്പാദ്യത്തിൽ ഹക്കും ബാത്തിലും നോക്കൂല, പക്ഷെ വലിയ താടി ഉണ്ടാവും, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ടാവും, പ്രസംഗിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഹക്കും ബാത്തിലുണ്ടാവില്ല, പണമിടപാടിൽ യാതൊരു കൃത്യത ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം തികഞ്ഞ ചില ആളുകളുണ്ട്. എല്ലാം തികഞ്ഞിട്ടുണ്ടാവും, കൃത്യമായി നിസ്കരിക്കും, ഹക്ക് ഇടപാടൊക്കെ വളരെ കൃത്യമായിരിക്കും. പക്ഷേ ഈ ആളുകൾ സ്ത്രീ വിഷയത്തിൽ വളരെ മോശമായിരിക്കും, വളരെ പോക്കായിരിക്കും.
സ്ത്രീകളെ കണ്ടാൽ അവർക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അവരുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, മോശമായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് അവരെ തടയാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളുടെ തെറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു സ്വഭാവം എന്താണ്? ജീവിതാവസാനം വരെ ആ മനുഷ്യനെ തെറ്റുകാരനായിട്ട് അങ്ങോട്ട് മുദ്രകുത്താൻ പാടില്ല. മാനുഷികമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ മനുഷ്യന്റെ ജീവിതാവസാനം വരെ ആ തെറ്റുകൊണ്ട് അയാളെ വേട്ടയാടുക എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം തികഞ്ഞ ചില ആളുകളുണ്ടാവും. സ്ത്രീ വിഷയത്തിൽ ക്ലിയർ ആയിരിക്കും, ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിലൊക്കെ ക്ലിയർ ആയിരിക്കും. പക്ഷെ അയാളൊന്ന് ചിരിക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളോട് മാത്രമേ അയാൾ ചിരിക്കുള്ളൂ. അയാളൊന്ന് ചിരിക്കണമെങ്കിൽ 2 മാസം മുമ്പ് അയാൾക്ക് എഴുതി കൊടുക്കണം, നിങ്ങളൊന്ന് ചിരിക്കണം കേട്ടോ, എന്നെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ, ഒന്ന് സലാം പറയാൻ, നല്ലൊരു സംസാരിക്കാൻ, ആളുകളുമായി ഇടപഴകാൻ വളരെ മോശക്കാരായിരിക്കും. എന്നാൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, കുറവുകളില്ലാത്ത മനുഷ്യരില്ല. ഒരു മനുഷ്യന്റെ ഒരു കുറവെടുത്തിട്ട് ഓ മോശക്കാരനാണ്, ഓനെ പറ്റൂല, ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന സ്വഭാവം ഇസ്ലാമിക വിരുദ്ധമാണ്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന സ്വഭാവമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എത്ര ബന്ധങ്ങളാണ് ഇത് കാരണം തകർന്നു പോകുന്നത്? എത്രയോ കുടുംബ ബന്ധങ്ങൾ. കുടുംബത്തിൽ ചില CID-കളുണ്ട്, മൈക്രോസ്കോപ്പ് വെച്ചിട്ട്, ക്യാമറ തിരിച്ചു വെച്ചിട്ട് ഓരോ ആളുകളുടെയും കുഴപ്പങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒപ്പിയെടുത്ത് എന്നിട്ട് അത് ആയുധമായിട്ട് ഉപയോഗിക്കുക, അവസരം കിട്ടുമ്പോൾ ആയുധമായിട്ട് ഉപയോഗിക്കുക, തങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ആധിപത്യം അവൻ്റെ മേൽ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒരു വലിയ ആയുധമായി ഉപയോഗിക്കുന്ന ആളുകൾ. കാലാകാലത്തേക്ക് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാൻ ഇത് കാരണമാകുന്നുണ്ട്. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, മറ്റവന്റെ തെറ്റ് കണ്ടുപിടിച്ച് അവന് പാരവെക്കുന്നവർ, അവന് പാരയാകുന്നവർ, അവനെ ശല്യം ചെയ്യുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുന്നവർ, തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പുമായി രാവിലെ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ, എന്നിട്ട് നാട്ടിൽ മുഴുവൻ ഫിത്ന വിതക്കുന്നവർ, അഹങ്കാരത്തിന്റെയും സ്പർദ്ധയുടെയും അസൂയയുടെയും ശത്രുതയുടെയും സംഘട്ടനത്തിന്റെയും സമാധാനമില്ലായ്മയുടെയും പ്രതീകങ്ങളായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മുടെ ഈ സമൂഹത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കുടുംബത്തിനുള്ളിൽ അമ്മായിയമ്മയും മരുമകളും നാത്തൂനും എല്ലാവരും ഓരോ മൈക്രോസ്കോപ്പും വെച്ചെടുക്കാൻ. എന്തെങ്കിലും തെറ്റുണ്ടോ? വായിന്ന് എന്തെങ്കിലും വീണു പോകുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ നിൽക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് പുരോഗതി ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്, ലാ തുഉദു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. വലാ തുഅയ്യിറൂഹും, നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. വലാ തത്ലുബു ഔറാതിഹിം, അവരുടെ കുറ്റങ്ങളെ തെറ്റുകളെ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. വെറുതെ അവരുടെ രഹസ്യ ജീവിതത്തെ പോയി മാന്താൻ നിൽക്കരുത്, അതിന്റെ അടിയിൽ അവരുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ എടുത്താൽ എന്താണ് സംഭവിക്കുക? ഫഇന്നഹു മൻ ത്വലബ ഔറത അഖീഹിൽ മുസ്ലിം, ആരെങ്കിലും ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകളും കുറവുകളും മാന്തി പുറത്തെടുത്താൽ, അത് ചുഴിഞ്ഞന്വേഷിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹു അവന്റെ കുറ്റങ്ങളും കുറവുകളും മാന്തി ചുള്ളി പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്താണ് ചെയ്യുക? എന്നിട്ട് അവന്റെ വീടിന്റെ അകത്ത് വെച്ച് അവനെ അപമാനിച്ചു കളയും, അവനെ നാണം കെടുത്തി കളയും. ഇത് അള്ളാഹുവിന്റെ വാക്കാൻ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട പല ഉപദേശങ്ങളും നൽകുന്ന കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം, വലാ തഹസ്സസു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ചുഴിഞ്ഞന്വേഷിക്കരുത്. മറ്റുള്ളവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് കഴുത്ത് നീട്ടി നിങ്ങൾ നോക്കരുത്. മാന്യന്മാരായി നിങ്ങൾ നടന്നു പോകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിക്കാൻ. ചില മുതലാളിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വീട്ടുവേലക്ക് നിൽക്കുന്ന ആളുകളെ വീട്ടുവേലക്ക് നിർത്തിയ ചില വീട്ടുടമസ്ഥന്മാർ, വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്താലും കുറ്റായിരിക്കും, എന്ത് പ്രവർത്തിച്ചാലും കുറ്റായിരിക്കും, എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അടിച്ചു വാരിയാലും തുടച്ചാലും എത്ര തന്നെ സമർപ്പണത്തോടെ പണിയെടുത്താലും വീണ്ടും കുറ്റം മാത്രമായിരിക്കും അവർക്ക് ബാക്കി ഉണ്ടാവുക. ചില സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ലേ? ഇടത്തോട്ട് തിരിഞ്ഞ കുറ്റം, വലത്തോട്ട് തിരിഞ്ഞ കുറ്റം, നേരെ നോക്കിയ കുറ്റം, മേലോട്ട് നോക്കിയ കുറ്റം, ഫോണെന്നെടുത്ത കുറ്റം, എല്ലാത്തിനും കുറ്റാൻ. ജീവിതത്തിലെ ഗതികേട് കൊണ്ട് പല സ്ഥാപനങ്ങളിലും കടിച്ചു പിടിക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, അല്ലെ? ചില മുതലാളിമാർ അങ്ങനെയാണ്, ചില ഉടമസ്ഥന്മാർ അങ്ങനെയാണ്. എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടെത്തുന്നവർ, തെറ്റുകൾ മാത്രം
സ്വർണം ചിന്തുന്നവർ, ബെടക്ക് നോക്കി യന്ത്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ റസൂലിന്റെ ഭൃത്യനായി ജോലി ചെയ്തിട്ടുണ്ട്. എത്ര? 10 കൊല്ലം പ്രവാചകന്റെ ഭൃത്യനായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഫമാ ഖാല ലീ ഉഫ്ഫിൻ ഖത്ത്, ഒരു വട്ടം പോലും പ്രവാചകൻ എന്നോട് നീരസം പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു വട്ടം പോലും പ്രവാചകൻ എന്നോട് പുച്ഛം പ്രകടിപ്പിച്ചിട്ടില്ല. വലാ ഖാല ലിശൈഇൻ ഫഅൽതുഹു ലിമാ ഫഅൽത കദാ, ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ ലം അഫ്അലുഹു അലാ ഫഅൽത കദാ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ തൊട്ട് നിനക്കത് ചെയ്തുകൂടായിരുന്നോ അനസേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. എത്ര കൊല്ലം? 10 കൊല്ലം. 10 കൊല്ലം ഛേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒന്ന് മുഖം ചൊളിച്ചിട്ടില്ല, ഒന്ന് നീരസം പ്രകടിപ്പിച്ചിട്ടില്ല. അത്രയൊന്നും ആവാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതിൻ്റെ ഒരു 7 അയലത്തെങ്കിലും എത്തണ്ടേ? ഇനി 7 അയലത്ത് എത്താൻ പറ്റൂലെങ്കിലും 70 അയലത്തെങ്കിലും നമ്മൾ എത്തണ്ടേ? പ്രിയപ്പെട്ടവരെ, പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, പക്ഷെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ഉൾപ്പെട്ടു പോകരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് സ്വന്തം ഭാര്യയാണ്. ഈ ലോകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഭാര്യമാർ. 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ കാരണം, അവരൊരിക്കലും സർട്ടിഫിക്കറ്റ് തരൂല എന്നുള്ളതാണ്. എത്ര നന്മ ചെയ്താലും എത്ര ഗുണങ്ങൾ ചെയ്താലും പിന്നെയും പരാതികളും പരിഭവങ്ങളും മാത്രമായിരിക്കും ബാക്കി. പക്ഷെ റസൂലുള്ളാഹി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഭാര്യമാരുടെ മുന്നിൽ നമ്മുടെ തനി സ്വഭാവം അങ്ങോട്ട് പുറത്തു വരുന്നതാണ്. നാട്ടുകാരുടെ മുന്നിൽ നല്ല ആളായിരിക്കും, സംഘടനയുടെ നേതാവായിരിക്കും, രാഷ്ട്രീയ നേതാവായിരിക്കും, ഒന്നിനൊരു പ്രശ്നമില്ല, ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിത്വം. സ്വന്തം ഭാര്യയുടെ മുന്നിൽ യഥാർത്ഥ വ്യക്തിത്വം കൊണ്ട് പുറത്തു വരും. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഭാര്യമാർ സാധാരണ ഭർത്താക്കന്മാരെ കുറിച്ച് ഉള്ളു തുറന്ന് നല്ലത് പറയാറില്ല. നല്ലത് പറയും, കാരണം അവരുടെ അഭിമാന പ്രശ്നമാണ്, പക്ഷേ ഉള്ളു തുറന്ന് നല്ലത് പറയാറില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താണ്, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ ഖത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടായിട്ടില്ല. വലാ ഇംറഅത്തിൻ വലാ ഖാദിമ, ഒരു ഭൃത്യനോ ഒരു അടിമക്കോ അല്ലെങ്കിൽ ഒരു പെണ്ണിനോ അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ആരാണ്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. ആ സർട്ടിഫിക്കറ്റിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക്, ഒരാളുടെ ജീവിതത്തിലെ രഹസ്യം അറിയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നതായിരിക്കാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇങ്ങനെ രാവിലെ നടന്നു പോകാമെന്നായിരിക്കാം. നടന്നു പോകുമ്പോൾ പരിചയത്തിലുള്ള ഒരു സ്ത്രീ എതിരെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറയാണ്, ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി പറയാണ് കേട്ടോ, എൻ്റെ സുഹൃത്ത് എന്നോട് പറയാണ്, എടാ ഈ പെണ്ണിനെ കുറിച്ചൊരു സംഭവം നീ അറിയാനുണ്ട്, വല്ലാത്തൊരു സംഭവമാണ്. എന്നിട്ട് പിന്നെ വേറെ വിഷയം മാറിയാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, നീ നേരത്തെ എന്തോ ഒന്ന് പറഞ്ഞില്ലേ ആ പെണ്ണിനെ കുറിച്ച്, എന്തോ അതെന്താണ്? ഇതൊരാണിനെ കുറിച്ചാണെങ്കിലും ഒരാളുടെ കുറ്റവും കുറവും കേൾക്കാനും അറിയാനുമുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അത് അറിയാനുള്ള ആഗ്രഹം വളരെ കൂടുതലാണ്. അത് മുഴുവനായിട്ട് നമുക്കറിയണം, അത് കേൾക്കാൻ നമുക്ക് എന്തോ ഒരു സുഖാൻ. ഇനി അറിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞ് അതുണ്ടായിരിക്കും, അങ്ങനെ ഇതുണ്ട് ഇങ്ങനെ അന്വേഷിച്ച് ആ തെറ്റ് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടേ നമ്മുടെ ഹൃദയം സമാധാനമേ ഉള്ളൂ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്തായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുന്തു ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ഫജാഅഹു റജുലുൻ, അങ്ങനെ ഒരാൾ വന്നു റസൂലിന്റെ അടുത്തേക്ക്. ഫഖാൽ യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ഹദ്ദ, റസൂലേ ഞാൻ ഹദ്ദിന് അർഹനായിട്ടുണ്ട്, അതായത് വധശിക്ഷയ്ക്ക് അർഹനായിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് അർഹനാകുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫഅഖിംഹു അലൈ, അതുകൊണ്ട് എന്നെ കൊല്ലുക, എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഖാൽ വലം യസ്അൽഹു ഷൈഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ വഹദറത്തി സ്വലാ, നമസ്കാരത്തിന്റെ സമയമായി. ഫസല്ല മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ചു. ഫലമ്മാ ഖദ നബി സ്വലാ ഖാമ ഇലൈഹി റജുൽ, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും റസൂലിന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ഹദ്ദൻ ഫഖിം ഫീ കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് അനുസരിച്ച് എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുത്താലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടാണ് വന്നത്, ഞാനൊരു കുറ്റം ചെയ്തിട്ടാണ് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചോദിക്കാണ്, അലൈസ ഖദ് സ്വല്ലൈത മഅനാ, നീ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചിട്ടില്ലേ? നീ ഇപ്പൊ നിസ്കരിച്ചതല്ലേ ഞങ്ങളുടെ കൂടെ? നഅം, അയാൾ പറഞ്ഞു അതെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഖാൽ ഫഇന്നല്ലാഹ ഖദ് ഗഫറ ലക ദംബക, അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട്, നീ പോയിക്കോ.
നീ എന്താണ് ചെയ്തത്, എവിടുന്നാണ് ചെയ്തത്, ആരുമായിട്ടാണ് ചെയ്തത്, എങ്ങനെയാണ് ഉണ്ടായത്, ഇതൊന്നും പ്രവാചകൻ അറിയണ്ട. അങ്ങനെ ഒരു ആഗ്രഹം റസൂലുള്ളാഹിക്കില്ല. അങ്ങനെ ഒരു നിലപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല. അങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, വഹുവ ഫിൽ മസ്ജിദ്, പ്രവാചകൻ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ഒരാൾ വന്നു, ഫനാദാഹു ഫഖാല യാ റസൂലല്ലാഹ്, റസൂലിനെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇന്നി സനൈത്, ഞാൻ വ്യഭിചരിച്ചിട്ടാണ് വന്നത്. എന്താ റസൂല് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആരുമായിട്ടാണ് വ്യഭിചരിച്ചത് എന്നല്ല ചോദിച്ചത്, എവിടുന്നാണ് വ്യഭിചരിച്ചത് എന്നല്ല ചോദിച്ചത്. റസൂൽ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു, പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് അയാൾ പ്രവാചകൻ വലത്തോട്ട് മുഖം തിരിക്കും, അയാൾ വലത്തോട്ട് വന്ന് നിൽക്കും, ഇടത്തോട്ട് മുഖം തിരിക്കും, അയാൾ ഇടത്തോട്ട് വന്ന് നിൽക്കും. ഇങ്ങനെ 4 തവണ പ്രവാചകന്റെ മുഖത്തിന്റെ മുന്നിലേക്ക് അയാൾ ഇങ്ങനെ വന്നു നിന്നു. 4 വട്ടം അയാൾ തന്നെ അയാൾക്കെതിരെ സാക്ഷ്യം വഹിച്ചപ്പോ നബി അയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അബിക ജുനൂൻ, നിനക്ക് ഭ്രാന്തുണ്ടോ? സുബ്ഹാനല്ലാഹ്, നിനക്ക് ഭ്രാന്തുണ്ടോ, നീ ഭ്രാന്തനാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. സ്വന്തം തെറ്റ് വന്നിട്ട് ഇതിൽ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? പ്രവാചകൻ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഭരണാധികാരിയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്നതല്ല ഇസ്ലാമിന്റെ രീതി. നീ രഹസ്യമാക്കി വെച്ചോ, അള്ളാഹുവിനോട് തൗബ ചെയ്തോ, പടച്ചോൻ നിനക്ക് പുറത്തു തരും, അള്ളാഹു നിനക്ക് മാപ്പ് നൽകും. ഇത് മനസ്സിലാക്കി കൊടുക്കാനാണ് പ്രവാചകൻ മുഖം തിരിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ വീണ്ടും വന്നിട്ട് പറയാൻ, ഇന്നി സനൈത്, ഞാൻ വ്യഭിചരിച്ചു. അപ്പോൾ റസൂൽ ചോദിച്ചു, അബിക ജുനൂൻ, അങ്ങ് ഭ്രാന്തനാണോ? അയാൾ പറഞ്ഞു, ഇല്ല റസൂലേ, ഞാൻ ഭ്രാന്തനല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിതനായി ശിക്ഷ നടപ്പാക്കാൻ. പ്രവാചകൻ ചോദിച്ചു, ഫഹൽ അഹ്സൻത്, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഖാല നഅം, അയാൾ പറഞ്ഞു അതെ. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബു ബിഹി ഫർജുമു, സഹാബത്തിനോട് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയി എറിഞ്ഞുകൊല്ലൂ. പ്രവാചകൻ ആരാണ്, എവിടെയാണ് എന്നൊന്നും അന്വേഷിച്ചില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല. ഇനി പ്രിയപ്പെട്ടവരെ, ഒരാൾ മുഅ്മിനീങ്ങളുടെ തെറ്റുകളും കുറവുകളും അന്വേഷിച്ചത് വെളിപ്പെടുത്താൻ പുറത്തിറങ്ങിയാൽ, തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്കുള്ള ശിക്ഷ എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ ഖുർആൻ പറയുന്നത്? അല്ലാഹു പറയാൻ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത ഫില്ലദീന ആമനൂ ഉലൈക ലഹും അദാബുൻ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. നിശ്ചയം മുഅ്മിനീങ്ങൾക്കിടയിലുള്ള തെറ്റുകളെ, കുറ്റങ്ങളെ, അവരുടെ ന്യൂനതകളെ, കുറവുകളെ എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് പരസ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്കുള്ള ശിക്ഷ എന്താണ്? ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും, പരലോകത്തിൽ മാത്രമല്ല ശിക്ഷ കിട്ടുക, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കും. ഒരു മുഅ്മിനിന്റെ കുറവും തെറ്റും പുറത്തേക്ക് വലിച്ചിട്ടിട്ട് അവനെ അപമാനിക്കാൻ നീ തുനിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ കൊണ്ടോ മാരകമായ അപകടങ്ങൾ കൊണ്ടോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ വേദനാജനകമായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, തെറ്റുകളും കുറ്റങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എന്താണ്? അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നു, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ വിട്ടുവീഴ്ച നൽകുക, മാപ്പ് നൽകുക, വിശാലത കാണിക്കുകയും ചെയ്യുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാണ് ഖുർആനിന്റെ അധ്യാപനം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയില്ലേ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കടന്നു. അവസാനം ജയിൽ മോചിതനായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായി മാറിയപ്പോ ആ ചുറ്റുപാടുമുള്ള രാജ്യത്തു നിന്നുള്ള ആളുകളെല്ലാം അവിടെ ധാന്യങ്ങൾ ദാനമായി സ്വീകരിക്കാൻ വന്നു. ആ കൂട്ടത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പഴയകാലത്ത് അദ്ദേഹത്തെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച സഹോദരന്മാരും വന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തിരിച്ചറിഞ്ഞു. വഹും ലഹു മുൻകിറൂൻ, അവർക്ക് മനസ്സിലായത് യൂസുഫ് ആണെന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തില്ല? വന്നോ, കിട്ടിയല്ലോ കയ്യില്, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ, ആ യൂസുഫാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ ചാൻസ് മുതലാക്കാനല്ല നിന്ന് ഒന്നും മിണ്ടിയില്ല.
ഒരക്ഷരം പറഞ്ഞില്ല. അവർക്ക് വേണ്ടുന്ന സാമഗ്രികളും സാധനങ്ങളും എല്ലാം ഒരുക്കി കൊടുത്ത് അവരെ യാത്രയാക്കി. അടുത്ത വട്ടം വരുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയുടെ മകൻ ബിന്യാമീൻ ഉണ്ടായിരുന്നു. ആ ബിന്യാമീനെ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പക്കൽ പിടിച്ചു വെച്ച സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റു സഹോദരന്മാർ പറഞ്ഞെന്താ, ഖാലു ഇയസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ഓൻ കട്ടിട്ടുണ്ടെങ്കിൽ ഓൻ്റെ സഹോദരൻ യൂസുഫും ഇതിൻ്റെ മുന്നേ കട്ടിട്ടുണ്ട്. ആ ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടാവും. ആ ചരിത്രം മുഴുവനും വായിച്ചാലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കള്ളെന്ന് പറയാൻ, അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് പോരാ, അദ്ദേഹത്തെ നാട് കടത്തിയത് പോരാ, അദ്ദേഹത്തിൻ്റെ സഹോദരന്റെ ബാണ്ടക്കെട്ടിൽ നിന്ന് രാജാവിൻ്റെ അളവ് പാത്രം കിട്ടിയപ്പോൾ ഓനും കട്ടിട്ടുണ്ട്, ഓൻ്റെ സഹോദരനും കട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കള്ളനാക്കാൻ ആ സമയത്തും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും സംസാരിച്ചില്ല. അവസാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾ യൂസുഫിനോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഖാലു ഇന്നക ലഅൻത യൂസുഫ്, നീ യൂസുഫാണല്ലേ? ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അതെ. എന്നിട്ട് അവരാകെ പേടിച്ചു വിറച്ചു. ആ സമയം യൂസുഫ് നബി എന്താണ് പറഞ്ഞത്? ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഇന്നേ ദിവസം നിങ്ങൾക്ക് മേൽ യാതൊരു ആക്ഷേപവുമില്ല, അധിക്ഷേപവുമില്ല. യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവണ്ണം കരുണ ചെയ്യുന്നവനാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടിയാണ്. സ്വന്തം ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചവരോട്, സ്വന്തം പിതാവിൽ നിന്ന് ബാല്യകാലത്ത് തന്നെ അടർത്തിയെടുത്ത് നാട് കടത്തിയവരോട് യൂസുഫ് നബി പറയാൻ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഒരാക്ഷേപവും നിങ്ങൾക്ക് ഇന്നില്ല. ഇത് തന്നെയാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ രഹസ്യം മറച്ചു വച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന്റെ ന്യൂനത അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നതാണ്. മൻ റദ്ദ അൻ ഇർദി അഖി, ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തിന് പ്രതിരോധമായി നിന്നാൽ, തന്റെ സഹോദരന്റെ അഭിമാനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ, റദ്ദല്ലാഹു അൻ വജ്ഹി നാറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ മുഖം അല്ലാഹു നരകത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നതാണ് എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആരുടെയെങ്കിലും രഹസ്യം, ആരുടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും വലിയൊരു അവസരമാണ് പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ അവസാനം വരെ അത് മറച്ചു വെക്കുക, ഒരാളോടും പറയാതിരിക്കുക, ഒരാളോടും സംസാരിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെറ്റുകൾക്ക് മുകളിൽ അള്ളാഹു ഒരു ഷീൽഡ് ഉണ്ടാക്കും. നമ്മുടെ അഭിമാനം എവിടെയും തകർന്നു പോകില്ല, നമ്മുടെ അന്തസ്സ് എവിടെയും താഴ്ന്നു പോകില്ല. ഏതുവരെ? ഈ സഹോദരൻ്റെ ന്യൂനത, അമാനത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ മനസ്സിൻ്റെ ഉടമകളായി നമ്മെ ഏവരെയും മാറ്റുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റ് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഒരാളുടെ കുറവുകൾ മാന്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ, തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കാൻ പാടില്ല എന്നല്ല. തീർച്ചയായും പ്രതികരിക്കണം. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതിഉ ബിലിസാനി വഇൻ ലം യസ്തതിഉ ബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, കുറ്റം കണ്ടു കഴിഞ്ഞാൽ, അവൻ കൈകൊണ്ട് അതിനെ തടയട്ടെ. അതിനും പറ്റുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് അവനെ തടയട്ടെ. അതിനും പറ്റുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ വെറുത്തു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് തെറ്റ് കണ്ടു കഴിഞ്ഞാലാണ്. ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇവിടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, പ്രശ്നമുണ്ടോ നോക്കി അയാളുടെ റൂമിലും അയാൾ പോകുന്ന സ്ഥലത്തും സ്പൈ ക്യാമറ വെക്കാൻ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ ദാഹിറായിട്ട് എന്താണോ അതാണ് അയാളുടെ ജീവിതം. ഒരാൾ പറയാൻ, എനിക്ക് ആ പഴയ തെറ്റൊന്നുമില്ല, ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്, ഖലാസ്, അവിടെ കഴിഞ്ഞു.
ഇനി ഓൻ ആ തെറ്റ് ചെയ്യുന്നുണ്ടോ, ഓനിക്ക് ഇപ്പോഴും ആ സ്വഭാവമുണ്ടോ എന്ന് ചുഴിഞ്ഞന്വേഷികൾ പ്രിയപ്പെട്ടവർ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അങ്ങനെ ചുഴിഞ്ഞന്വേഷിക്കാനും പാടില്ല. ഇനി ഒരാളുടെ തെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരുത്തേണ്ടത്? മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറയുന്നു, ഒരാളെ നീ രഹസ്യമായി ഉപദേശിച്ചാൽ നീ അയാളെ അലങ്കരിക്കുകയാണ്, ഒരാളെ നീ പരസ്യമായി ഉപദേശിച്ചാൽ നീ അയാളെ നശിപ്പിക്കുകയാണ് എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. അതുകൊണ്ട് ഒരാളുടെ തെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ രഹസ്യമായി ആളുകൾ അറിയാതെ അയാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഗുണകാംക്ഷയാണ്. അല്ലാതെ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് 4 ഡയലോഗ് അടിച്ച് അയാളെ 4 കുറ്റം പറഞ്ഞ് ഞാൻ വലിയ തെറ്റ് തിരുത്തുന്നവനായി, നീ വലിയ തെറ്റുകാരനും, ഞാൻ വലിയ തെറ്റിനെതിരെ പ്രതിരോധിക്കുന്നവനും പ്രതികരിക്കുന്നവനും ആ ഒരു സ്വഭാവം മുസ്ലിമിന് പാടുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റ് തിരുത്തണം, തെറ്റ് തടയണം, തെറ്റിനെതിരെ സംസാരിക്കണം, തെറ്റിനെ ഹൃദയം കൊണ്ട് വെറുക്കണം. പക്ഷേ തെറ്റുകാരെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. പാപികളെ ഹൃദയം കൊണ്ട്, പാപത്തെ മാത്രമേ ഹൃദയം കൊണ്ട് വെറുക്കാൻ പാടുള്ളൂ, പാപികളെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. ഒരാൾ കള്ളു കുടിക്കുന്നത് കണ്ടാൽ ആ ചെയ്തിയെ നമുക്ക് വെറുക്കാം, പക്ഷേ ആ കള്ളുകൂടിയനെ വെറുക്കാൻ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ഒരാൾ വ്യഭിചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യഭിചാരത്തെ നമുക്ക് എതിർക്കാം, പക്ഷേ ആ വ്യഭിചാരിയെ വെറുക്കാൻ പാടില്ല. അയാളെ പാടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. അയാൾ എന്താണ് ഉണ്ടാവേണ്ടത്? നസീഹത്താണ് ഉണ്ടാവേണ്ടത്, ഗുണകാംക്ഷയാണ് ഉണ്ടാവേണ്ടത്. അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ നസീഹത്തിലൂടെ തന്നെയാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ജീവിച്ചിട്ടുള്ളതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി സൂക്ഷിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സൽക്കർമ്മങ്ങളിലൂടെ അവൻ്റെ തൃപ്തി നേടിയെടുക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കണേ റബ്ബേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിൻ്റെ നിരോധനത്തെയും നിൻ്റെ ആജ്ഞകളെയും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം മരിച്ച് നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹ്ദാനിയത്തിൻ്റെ കലിമത്ത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.